തേർഡ് ക്വസ്റ്റ്യൻ, ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഈ 4 വേർട്ടീസസിൽ ഒരു വേർട്ടെക്സ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 3 വേർട്ടീസസ് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിൻ്റ് ഒറിജിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും താഴേക്കൊക്കെ ഉള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. 3,2 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ദിസ് പോയിൻ്റ് വിൽ ബി 3 ആൻഡ് ദിസ് വിൽ ബി 2. നൗ ലെറ്റ്സ് നെയിം ദീസ് വെർട്ടെക്സ്. സപ്പോസ് ദിസ് പോയിൻ്റ് ഈസ് എ, ദിസ് പോയിൻ്റ് ഈസ് എ and this is B, C and this is D. സോ എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് BCD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഒറിജിനാണ്, അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിൻ്റ് ഒറിജിനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടും. അപ്പോൾ ഇത് 3 ആകുമ്പോൾ ഇതെന്തായിരിക്കും? -3 ആയിരിക്കും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും ഇങ്ങോട്ട് താഴേക്ക് ഉണ്ടാവുക. സോ ദിസ് വിൽ ബി -2. ഇനി നമുക്ക് സിമ്പിളായിട്ട് വെർട്ടിസസ് മാർക്ക് ചെയ്യാം. സോ ബി വിൽ ബി -3, 2. ബി വിൽ ബി -3, 2. -3, 2. ആൻഡ് സി വിൽ ബി -3, -2. അങ്ങനെയാണെങ്കിൽ ഡി എന്തായിരിക്കും? ഫസ്റ്റ് നമ്മളെപ്പോഴും എക്സ് ആണ് എടുക്കേണ്ടത്. സോ ഡി 3, -2. ഓക്കെ, ഇനി ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. വെർട്ടിസസ് കണ്ടുപിടിക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് വേണമെങ്കിൽ നെയിം ചെയ്യാം. ദിസ് ഈസ് എ, ബി ആൻഡ് സി. സോ ദിസ് ഈസ് സി ഈസ് 0,0. ഒറിജിൻ 0,0 ആയിരിക്കും. പോയിൻ്റ് എ എന്തായിരിക്കും? പോയിൻ്റ് എ ഫസ്റ്റ് നമ്മൾ എക്സ് എടുക്കണം. എക്സ് എന്ന് പറയുന്നത് 4 ആണല്ലോ. സോ എ വിൽ ബി 4, വൈ ആക്സിസിലെ വാല്യൂ എന്താണ്? വൈ ആക്സിസ് ഈസ് 0. സോ 4,0 ഈസ് വെർട്ടെക്സ് എ. ഇനി വെർട്ടെക്സ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. വെർട്ടെക്സ് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് എക്സിലെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ക്ലിയർ. ടോട്ടൽ 4 ആണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കും? ദിസ് വിൽ ബി 2. അപ്പോൾ ബിയിലെ ഫസ്റ്റ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് 2, വൈ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് 2 ആണെന്ന് കിട്ടി. ഈ പോയിൻ്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 2 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനൊരു പെർപെൻഡിക്കുലർ വരച്ചുകൊണ്ട് തന്നെ ഈ സൈഡ് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്തതുപോലെ തന്നെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇത് 30 ഡിഗ്രി ആയിരിക്കും. ടോട്ടൽ 60 ആണല്ലോ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ടോട്ടൽ 60 ആണ്. ഇത് ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ 30 ആയിട്ട് മാറി. ഇനി നമുക്കറിയാം 1:√3:2 എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 1 ആയിരിക്കും. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ റേഷ്യോ √3 ആയിരിക്കും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 2 ആയിരിക്കും. നമുക്കറിയാം 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 ആണ് വന്നിട്ടുള്ളത്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിളായി. ഇനി 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എങ്ങനെയാണ് അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണോ എക്സിൽ എന്താണ് വരുന്നത് √3 ചെയ്യുമ്പോഴാണ് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് കിട്ടുന്നത്. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് 2 ആണെങ്കിൽ
2 into root 3, that is 2 root 3 ഈസ് ടു 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ വരുന്നത്? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണോ കിട്ടുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത്. സോ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് 2ൻ്റെ ഡബിൾ, ദാറ്റ് ഈസ് 4. നമുക്ക് ഓൾറെഡി അറിയാം ഈ സൈഡ് 4 ആയിരിക്കും എന്നുള്ളത്, കാരണം ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈ സൈഡ് 4 ആയതുകൊണ്ട് ഈ സൈഡും 4 ആയിരിക്കും. നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ലെങ്ത്ത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ ആൾട്ടിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അതിവിടെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ് വരുന്നത്? 2 root 3 ആണ് വരുന്നത്. ഈ പോയിൻ്റ് എത്ര ആയിരിക്കും? 2 root 3. സോ ദ വെർട്ടെക്സ് ബി വിൽ ബി, ഇവിടെ ഹാഫാണ്, എക്സ് ആക്സിസിൽ ഹാഫ് വരെയുള്ള നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ y വിൽ ബി 2 root 3. 2 root 3. So the 3 vertices will be 0, 0, 4, 0, 2, 2 root 3. ഓക്കെ, അപ്പോൾ ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് വായിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഈ ആംഗിൾസിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ 1:2 root 3:2 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് 2, 2 root 3 കിട്ടിയത്. സോ വെർട്ടിസസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് അവർ ബി ആണ് എഴുതിയിട്ടുള്ളത്. ബി വിൽ ബി എ ബി സി. സോ 2, 2 root 3, 4, 0, 0, 0. ഓക്കെ, ഇവിടെ അവർ O എന്ന് കൊടുത്തിട്ടുള്ളത് സി അല്ല, അവർ ഈ വെർട്ടെക്സിൻ്റെ നെയിമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള O ആണ്. വേണമെങ്കിൽ O എന്ന് കൊടുക്കാം, ഓയോ സിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ആൻസർ ഓഫ് 4th question.